ഇത് പൊന്നാപുരം ഗ്രാമം. പുഴയും മലയും പാടങ്ങളുമെല്ലാമുള്ള ഭംഗിയുള്ള കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലേക്ക് ഇന്നേ വരെ ഒരു ബസ് വന്നിട്ടില്ല. ഭൂരിഭാഗം ആളുകൾക്കും പുറം ലോകത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അറിയാനും വലിയ താല്പര്യമില്ല. പൊതുവിൽ ഇവിടംകാർക്ക് ദൈവവിശ്വാസത്തെക്കാൾ കൂടോത്രത്തിലും മന്ത്രവാദത്തിലുമൊക്കെയാണ് വിശ്വാസം. എന്നാൽ ഈ അന്ധവിശ്വാസങ്ങൾ തീരെ ഇല്ലാത്ത ഒരാൾ നാട്ടിലുണ്ട്. പൊന്നാപുരം കർണൻ, നാടിന്റെ സ്വന്തം ഗുണ്ട. നാടിന്റെ പ്രശ്നങ്ങളിൽ നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന, എന്നാൽ പുറം നാട്ടുകാർക്ക് പേടി സ്വപ്നമായ ഗുണ്ടാ കർണൻ. നമുക്കാദ്യം കർണന്റെ ശിഷ്യന്മാരായ വിക്രമനെയും മുത്തുവിനെയും പരിചയപ്പെടാം. കഥ അവിടെ നിന്ന് തുടങ്ങാം. എന്തല്ലേ നാടിന്റെ ഒരു ഗതി? ഒരു കാലത്തും ഇങ്ങോട്ടൊരു വണ്ടിയും വരില്ല, ഒരു കിണ്ടിയും വരില്ല. അതെങ്ങനെ? ഒരു നല്ല റോഡ് പോലും ഇല്ല ഇവിടെ. നിനക്കെന്താ ഇപ്പൊ ഒരു പുരോഗമനം? എന്താ ഈ നാടിനെന്താ ഒരു കുറവ്? ഈ നാട്ടിലുള്ളതൊക്കെ തന്നെയല്ലേ ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അതിന് നീ നാട് വിട്ടപ്പോഴാ പുറത്തു പോയേക്കണത്. ഉണ്ടല്ലോ, പണ്ട് ആലങ്ങാട് പൂരത്തിന് പോയപ്പോ അതൊരു കാലം. പൂരത്തിന് നടന്ന ഇടി, വെടിക്കെട്ട്, ആന വരണ്ട ഓടിയത്. ഹോ, എല്ലാം ഇന്നലെ നടന്ന പോലെ. നമ്മുടെ നാട്ടിലും വേണം ഒരു പൂരം. ശരിയാ, അതാവുമ്പോ പൂരപ്പുറമിലുള്ള ആശാന്റെ കൂടെ ഗമേലങ്ങ് നടക്കാം. ഇതിപ്പോ ആശാന്റെ നാട്ടിൽ ആർക്കും ഒരു പേടിയില്ല. ആശാനെ നാട്ടുകാർ പേടിക്കണം, അതിനുള്ള പണിയുണ്ട്. അതിന് ആശാന് നാട്ടുകാരെ പേടിപ്പിന് ഇഷ്ടമല്ല. എന്താല്ലേ ഓരോ മനുഷ്യന്മാര്. നിങ്ങളുടെ ആശാനം എന്തിനാ? ഓ, ആശാന അന്വേഷിച്ചാ ഞങ്ങൾ രാവിലെ മുതൽ മടുത്ത് വന്നിരിക്കുന്നത്. ഈ ബ്രോക്കർമാർക്കൊക്കെ ഞങ്ങളുടെ ആശാനെ കൊണ്ടെന്താ കാര്യം? ആരെങ്കിലും ഇടിച്ച് പെണ്ണ് കെട്ടിക്കാനുണ്ടാ? നിങ്ങളുടെ ആശാനെ പെണ്ണ് കെട്ടിക്കാൻ ഞങ്ങളൊക്കെ തീരുമാനിച്ചു. ആര്? ആശാന്റെ അമ്മ പാറും എന്നല്ല എന്നെ വന്ന് കണ്ടു. വണ്ടിക്കൂലിക്കുള്ള കാശ് തന്നിട്ടാ പോയത്. തീർന്നു ആശാൻ തീർന്നു. പോടാ അവിടെ നിന്ന്. എടാ, നമ്മുടെ ആശാന്റെ ജീവിതത്തിനൊരു പെണ്ണില്ല. ആ ദേവചേച്ചി ആശാനെ വേണ്ടെന്ന് വെച്ചാൽ വരത്തിനൂടെ പോയില്ലേ? ആ സങ്കടത്തിലല്ലടാ സമാധാനത്തില്. ആ സമാധാനത്തില് ഇനിയൊരു പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞ് ജീവിക്കുന്നതാണ്. നിങ്ങളായിട്ട് ആ സമാധാന ജീവിതത്തിലേക്ക് സാമ്പാറും ഒരു ഒഴിക്കരുത്. ഒന്ന് പോടാ. നിങ്ങളുടെ ആശാനെ കൊണ്ട് നല്ലൊരു പെണ്ണിയെ കിട്ടിക്കും. നിങ്ങളെ കാലെങ്കിൽ വല്ലവനും കുറ്റം പറഞ്ഞേ ഇരിക്കുള്ളൂ. സതീഷിന് എന്തേ? ചേട്ടാ ഇവിടെ ഇല്ലല്ലോ, ഇന്നലെ രാത്രി പോയതാ. അവനെ ഒരു പെണ്ണ് കണ്ടേ, പൊന്നൂരിക്കും പറയാനാണ്. അപ്പോ ഞായറാഴ്ച അവിടെ വരെ പോണം. പറഞ്ഞേരെ. പറഞ്ഞേക്കാം. എന്നാ ശരി. തനിക്ക് ജോലിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഓ, ഒരു കല്യാണമൊക്കെ ആകാട്ടോ. എന്റെ പൊന്നു സുരേഷൻ ചേട്ടാ, ആദ്യം ഒന്ന് ജോലിക്ക് കേട്ടെ, എന്നിട്ട് പോരെ കല്യാണമൊക്കെ. സർക്കാർ ജോലിക്കാരൊക്കെ നമ്മുടെ ഹോസ്റ്റലിലുണ്ട് കേട്ടാ. ഓ ശരി 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 ശരി. ഇങ്ങേരി നാട്ടിൽ ഒരാളെയും വെറുതെ വിട്ടില്ലെന്നാ തോന്നുന്നു. ചേട്ടായിക്ക് ഒരു പെണ്ണ് കാണുന്ന കാര്യം പറയാൻ വേണ്ടി വന്നാ. ആണോ? എന്തായി എന്നിട്ട്? ചേട്ടാ ഇവിടെ ഉണ്ടായില്ല. അവനിവിടെ ഇല്ലേ? എവിടെ പോയി? ഇന്നലെ വൈകിട്ട് പോയതാ. ഓ അത് ശരി. ഞാൻ ജോലി കിട്ടിയ കാര്യം പറയാൻ വേണ്ടി വന്നാ. എവിടെ? ബാങ്കിലാ. ശമ്പളം എത്രയുണ്ട്? ഓ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ചൊക്കെ ഉണ്ട്. അതെ, അവന്റെ വെള്ള ഷൂ കൂടി ഇരിപ്പുണ്ടോ? അതൊന്നും ഇങ്ങ് എടുത്തു തരാമോ? കല്യാണത്തിന് പോന നാളെ. ഇങ്ങനെ അത് കഴുകൊന്നും വേണ്ടട്ടോ, ഇങ്ങെടുത്തോ. സഞ്ചി ഒന്നും വേണ്ടായിരുന്നല്ലോ. കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാ. ശരി എന്നാ. എന്താ കുലുങ്ങണേ? വിമൽ 27 വയസ്സ്, ശത്രു. ബാബട്ടോ, കടുപ്പത്തില് ചായ. എനിക്കെടുത്തോ. എന്താ സജി ഇന്നലെ വീട്ടിലൊരു ഒച്ചപ്പാട് കേട്ടത്? വീട്ടിലൊരു സമാധാനം ഇല്ലെന്നേ. നീ പണിക്ക് പോണില്ലെന്ന് പറഞ്ഞല്ലോ അവൾക്ക്. അതിനെ അവിടെ പണിയിരിക്കുന്നത്. അത് ശരിയാ. വല്ലപ്പോഴൊക്കെ പുറത്തേക്കൊന്ന് ഇറങ്ങ്, എന്നാലേ പണി കിട്ടുള്ളൂ. പെണ്ണുമ്പിള്ള പറയുന്ന ഒരു ജോത്സ്യനെ പോയി കാണാനാ. അത് നല്ലതാ. ഈ നാടിന് എന്തോ ശാപമുണ്ട്, അതാണ് ആർക്കും പണിയില്ലാത്തത്.
ആ ഓശപ്പന്റെ വാടക വീട്ടില് ഒരു സ്വാമീജി വന്നിട്ടെന്ന് കേട്ടല്ലോ. ആ ഒരു സാഹചര്യം കൂടെ കുറവുള്ളൂ ഇവിടെ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ ഒന്ന് പോയി നോക്ക്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണേക്കാളും ഭേദാ. മണിയിലൊക്കെ കേൾക്കണ്ടല്ലോ, നല്ല പൂജയാന്ന് തോന്നുന്നു. ആ ഇത് കൊള്ളാലോ. ആരാ പുറത്ത്? പെട്ട്. അകത്തേക്ക് വരൂ. നീ വന്നേ, വാ. ആർക്കാ പ്രശ്നം? എനിക്കാ സ്വാമി. വീട്ടിലൊരു സമാധാനമില്ല. എങ്ങനെ ഉണ്ടാവും? കയ്യിലിരിപ്പ് ശരിയല്ലല്ലോ. സ്വാമിജി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഓം ത്രികാലം മൂർത്തി, ഓം ത്രികാളി, ഓം ശിവായ. കൈ നീട്ടു. ഓം പ്രചട പ്രചട അഘോര. സ്വാമിജി ഈ ചരട് കയ്യിലുള്ളപ്പോ മീൻകറി കൂട്ടാൻ പറ്റുമോ? ഒന്നുമില്ല, ഇന്നുമല്ലോ നോയമ്പിലാ. ഇനി തന്റെ പ്രശ്നം പറയൂ. ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. ദക്ഷിണ അവിടെ വെച്ചോളുക. ദക്ഷിണ എഴുന്നേറ്റോളുക. എടാ, നീ ആ സ്വാമിജിയുടെ കാര്യം അറിഞ്ഞാർന്നോ? നമുക്ക് ആശാന്റെ കയ്യിലൊരു ചരട് ജപിച്ച് കിട്ടിച്ചാലോ? പിന്നെ ആശാന് അതിലൊക്കെ വിശ്വാസം ഉണ്ടാവോ? പറഞ്ഞു നോക്കല്ലേ. അതിന് ആശാൻ എവിടെ? ഇനി മേലില് നീ സ്കൂൾ കുട്ടികൾക്ക് ബീഡി സിഗരറ്റ് കൊടുത്തു ഞാൻ അറിഞ്ഞ. നിർത്തിക്കോളണം ഇതോടെ. ഇതിനെക്കുള്ള പണിയും വെച്ചിട്ടുണ്ടാ. ആശാനെ, ആശാനത് എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നടാ? ആശാനെ ചുമ്മാ അടുത്തല്ല. ഓ, ഇന്നലെ രാത്രി മുഴുവൻ കക്കൂസിലായിരുന്നു. ഇന്നലെ കഴിച്ച കപ്പേറിച്ചില്ലേ, അത് വയറ്റി പിടിച്ചിട്ടുണ്ടായില്ല. ഞങ്ങള് പുറത്ത് ഞങ്ങളെ കൂടാണ്ട് വേറെ കൊട്ടേഷൻ. ആശാനൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? ആ ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. കാര്യം കുറച്ച് സീരിയസാ. ബാബട്ടാ, മൂന്ന് സ്ട്രോങ് ആയ ഒന്ന് കട്ടൻ മതി. അതിലൊരു നാരങ്ങ പിടിച്ചേക്ക്. ആ ഇനി കാര്യം പറ. ആശാന് നാട്ടില് വില കുറവുണ്ട്. അത് നമുക്കൊന്ന് ശരിയാക്കണം, എന്നാലും ഞങ്ങൾക്കൊരു വില ഉണ്ടാവും. അതിനിടക്ക് ആ ബ്രോക്കർ ആശാനോട് പെണ്ണന്നെ തുടങ്ങിയിട്ടുണ്ട്. പാറമ്മ പറഞ്ഞിട്ടാണ്. ഈ അമ്മോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി പെണ്ണന്വേഷിക്കരുത്, മനുഷ്യന്റെ മാനസമാധാനം കളയാനായിട്ട്. ചായ ബാബട്ടോ, ആ കഴിക്കാൻ എന്താ ഉള്ളത്? പരിപ്പടയുണ്ട്, ഉണ്ടമ്പരയുണ്ട്. ഉണ്ടംപരി ഓരോന്നെടുത്തോ. പലരൊക്കെ തരുന്നുണ്ട്. പെട്ടിയിൽ കാശ് വീഴണ്ട. ഫറ്റാരാണ് കാശ് തന്നെ. കഴിക്ക്. ഉണ്ടംപുരി. നമുക്ക് കുറച്ച് നാടൻ ബോംബ് കിട്ടും. എന്തോന്നിനാടാ? നമുക്ക് വേണ്ടപ്പെട്ടൊരു വീട്ടിൽ വെക്കാനാ. ഇവനെന്താ ക്രിമിനലാടാ? നമുക്ക് നമ്മുടെ ആളുകൾ ഉപദ്രവിച്ചിട്ട് കിട്ടുന്ന നിലമേലെ ഒന്നും വേണ്ട. അന്നൊരു പണിയുണ്ട്. ആശ നോ പറയരുത്. നമ്മുടെ നാട്ടിലെ ഒരു സ്വാമിജി വന്നിട്ടുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ആശാന്റെ കയ്യിൽ ഒരു ചരട് ജപിച്ച് കെട്ടിയ തീരാന്ന പ്രശ്നമേ ഉള്ളൂ. നീ ഒറ്റ കിണ്ണു വെച്ച് വന്നല്ലോ. എടാ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾക്ക് അറിയില്ലേ? അത് ഞങ്ങൾക്ക് അറിയാൻ പാട്ടാണ് ആശാനെ. ഇത് സംഭവം സത്യമാണോ കേൾക്കണേ? മാത്രല്ല സ്വാമി നല്ല കിട്ടില്ല കക്ഷിയാന്നാ പറയണേ. ഉള്ള വില മതി, നിങ്ങൾ എനിക്ക് ഇല്ലാത്ത വിലയൊന്നും ഉണ്ടാകണ്ട. കാരണോ നമ്മുടെ രമണിയില്ലേ, അവളുടെ വീട്ടിൽ കള്ളം കയറി തെരഞ്ഞിരുന്നോ? അവളുടെയും പിള്ളേരെയും സ്വർണവും അവിടെ ഇരുന്ന കിണ്ടി വരെ അടിച്ചിട്ട് പോയിന്ന് പറഞ്ഞിട്ട്. അതാരാശനം നമ്മുടെ നാട്ടിലൊരു കള്ളൻ.
പുതിയ ആൾക്കാരൊക്കെ നാട്ടിൽ വന്നിട്ടുള്ളല്ലേ, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നതല്ല. രമണിയേ, രമണി, വീടൊക്കെ ശോകാവസ്ഥയാണ്. ആ മെമ്പറെ, ഇന്നലെ രാത്രി ഇവിടെ തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു മെമ്പറെ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റ് നോക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ വിചാരിച്ച അപ്പുറത്തെ വീട്ടിൽ പൂച്ചയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാ കമ്മലും മാലയൊക്കെ പോയേക്കുന്നത്. എല്ലാം കൂടി എത്ര കാണും? 2.5 പവനോളം കാണും മെമ്പറെ. എന്റെ എത്ര നാളത്തെ അധ്വാനം എന്നറിയോ. അവന്റെ തല ഇടുത്തി വീഴുള്ളൂ. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യും മെമ്പറെ. ആ, ഒരു 11 മണി കവലോട്ട് വാ, ഞാൻ പരാതി എഴുതി വെച്ചേക്കാം. പോലീസ് സ്റ്റേഷൻ വേണമെന്ന് പോവാം. പോലീസൊക്കെ വേണോ മെമ്പറെ? പിന്നെ മോഷണം നടന്ന പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ എങ്ങോട്ടാ പോകട്ടെ? പറയൂ. സ്വാമി, ഇന്നലെ വീട്ടിലൊരു മോഷണം തന്നു. 2.5 പവന്റെ സ്വർണ്ണ ആ സാമദ്രോഹി കൊണ്ടുപോയത്. അവൻ ആരാണെന്നൊന്ന് അറിഞ്ഞാ മതി സ്വാമി. ഒരു പടി നാട് വിട്ടു പോയിട്ടില്ലെന്നാ കാണുന്നത്. വരും, തിരിച്ചു വരും, പേടിക്കണ്ട. ദക്ഷിണ അവിടെ വെച്ചോളൂ. ദക്ഷിണൊന്നും വേണ്ട, എണീറ്റോളൂ. സ്വാമി, ഇന്നലെ നമ്മുടെ മെമ്പർ രമണി ചേച്ചിനെ കാത്ത് കവലയിൽ നിന്നിട്ട് രമണി ചേച്ചി അങ്ങ് ചെന്നില്ലാന്ന്. അതിന് രമണി ചേച്ചി നേരെ പോയത് നമ്മുടെ സാമജിയുടെ അടുത്തേക്കാന്നേ. സാമജി പറയണത് സ്വർണ്ണം ഇവിടെ തന്നെ ഉണ്ടെന്നാ. അപ്പൊ കള്ളൻ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ? എന്താ ആരായിരിക്കും? ആ, വിക്രം വലിയ നിലയിലേക്ക് ആയല്ലോ. ഏതാ സൈക്കിള്? അമ്മാവന്റെ മോന്റെ സൈക്കിളാണ്. ഏതമ്മാവന്റെ? ഒരമ്മാവൻ. കൊളംബോയിലൊരു ജോലി ശരിയായിട്ടാ, പോയാലെന്ന് ആലോചിക്കുക. കൊളംബോയോ? അതെവിടെ? എടാ ശ്രീലങ്ക. എന്തിനാ വെടികൊണ്ട് ചാവാനാ? ഒന്ന് പോയടാ ഒന്ന്. എന്തിനാ പോയത്? എന്താണത്? ഇടിവെട്ടേറ്റ ചത്ത സുഗുണൻ. ഇന്നലെ രാത്രി ബിനുക്കുട്ടനൊക്കെ എന്തോ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആ വളവിൽ വെച്ചല്ലേ? അറിഞ്ഞാർന്ന്. പാതിരാത്രി ആരെങ്കിലും ആ വഴി പോകൂ? സുഗുണൻ ചേട്ടനൊക്കെ പണ്ടേ പുലിയാറ്, പിന്നെയല്ലേ പ്രേതായി കഴിഞ്ഞു. വന്നു വന്ന് മനുഷ്യന്മാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ അല്ലേ മെമ്പറേ, മെമ്പറേ. ആ സുല്ലേ, ആ വാ കയറിയിരിക്കും. ഇല്ല മെമ്പറേ, വീട്ടിലെന്തെങ്കിലും കള്ളം കയറി. കൊച്ചിന്റെ അരയിൽ കിടന്ന 1.5 പവന്റെ അരഞ്ഞാണ് കൊണ്ടുപോയത്. മെമ്പർ ഇതിന്റെ ഒരു നടപടി എടുക്കണം. നടപടി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? കഴിഞ്ഞ ദിവസം രമണയുടെ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞ് പരാതി എഴുതി കവലയിൽ ഞാൻ കാത്തു നിന്ന്. പക്ഷെ അവള് പോയതോ ആ സ്വാമിയുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല പ്രാന്തുണ്ടോ? എന്നാ വാ മെമ്പറേ, നമുക്ക് പോലീസ് സ്റ്റേഷനിട്ട് വാ. ആ വാ. അല്ല, ഷർട്ട് ഇടണല്ലേ? ഓ, മറന്ന്. നിങ്ങൾ ഇന്നലെ എന്താണ് കണ്ടത്? ഞങ്ങൾ ഇന്നലെ ആ തൂക്കം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആ പാലച്ചോട് വെച്ച് സുഗുണന്റെ പ്രേതം ഒരൊറ്റ പോക്ക പറന്നു പോണ ആര്. നീ സുഗുണ വിട്, എന്നിട്ടൊന്ന് ആലോചിച്ച് പറ. മെമ്പർ എവിടുന്ന? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു വരുന്ന വഴിയാ. നിങ്ങൾ എന്താ കണ്ടോ പേടിച്ചെന്ന് വരില്ലോ? അത് നമ്മുടെ ആ സുഗുണൻ. അത് ഞങ്ങൾ ഇന്നലെ രാത്രി വരുമ്പോ ആരോ ഒറ്റ ഓട്ടം. ഞങ്ങൾ അപ്പോഴേ ഓടി. ബിനു പനി പിടിച്ച് വീട്ടിൽ കിടക്കുക. അതാ കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നണത്. അവനെ പൊക്കണം. ആരാണവിടെ? എന്താണവിടെ? നാടാകെ കലികാലം. ആരാണവിടെ? എന്താണവിടെ? നാടാകെ കലികാലം. നാടോടുന്നേ, നടുവേ ഓടുന്നേ, നാടോടുന്നേ, നടുവേ ഓടുന്നേ. ഈ കാലം കാലം കലികാലം. തോട്ടിലും
മേട്ടില് വീട്ടില് കാട്ടില് പറമ്പില് വരമ്പില് പാടത്ത് കുളത്തില് കഥ പറയുന്നേ കളി പറയുന്നേ നുണ പറയുന്നേ വിധി പറയുന്നേ ചോട്ടില് മേട്ടില് വീട്ടില് കാട്ടില് പറമ്പില് വരമ്പില് പാടത്ത് കുളത്തില് കഥ പറയുന്നേ കളി പറയുന്നേ നുണ പറയുന്നേ വിധി പറയുന്നേ. എല്ലാരും വേമ്പോ. ഇതെല്ലാരും കൂടി അങ്ങോട്ടാ? എന്നാ സംഭവം? മോനേട്ടന്റെ മോളുടെ കല്യാണത്തിന് വാങ്ങിച്ച പണ്ട മൊത്തം കള്ളം കൊണ്ടുപോയി. അവിടെ പാവി. എന്നിട്ട് എത്ര പവൻ ഉണ്ടായിരുന്നു? ഒരു 10-20 ഉണ്ടായിരുന്ന പറഞ്ഞേട്ടാ. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് പോണത്? മെമ്പറിന്റെ വീട്ടില് മെമ്പറെ കാണാൻ വേണ്ടി പോണോ? ആ നീ പോരെ വാ. ഇല്ല, ഞാൻ ആശാനെ കൂട്ടി വരാം, നിങ്ങൾ വിട്ടു. ആ ശരി ശരി. കള്ളോ കള്ളോ കൊച്ചക്കള്ളോ. അരിയും പഞ്ചസാരയൊക്കെ തീർന്നിട്ടാ. കഴിഞ്ഞോളൂ നിന്റെ പൂജ. രണ്ടുപേരുടെ നാട്ടുകാരെ പറ്റിക്കാൻ. അയ്യോ അങ്ങേര് തല്ലല്ലേ. തല്ലാനല്ല, കൊല്ലാനാ പോണ. അയ്യോ കള്ളസ്വാമി, എന്റെ കൊച്ചിന് തന്തയില്ലാണ്ടാക്കല്ലേ. സത്യാണ്, ഞാനൊരു പാവ, എന്നെ ഉപദ്രവിക്കില്ലേ? മോഹനാന്റെ മോളുടെ സ്വർണം നീ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണേ? സ്വർണ്ണോ? ഞാനെടുത്തിട്ടില്ല. ഒന്ന് കൊടുക്കാശാനെ, സത്യം പറയുള്ളൂ. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ഒരു മാർഗമില്ലാതെ ഇപ്പൊ കെട്ടിയ വേച്ച തേടി നിന്റെ പൊട്ടന്റെ നെഞ്ചത്ത്. പിന്നെ എങ്ങനെയാണ് മോഷണസ്ഥലത്ത് ഇന്നലെ നിന്റെ ഈ തുണിക്കഷ്ണം അവിടെ വന്നത്? പറയടാ. പരമൻ ഈ ഓട്ടമിനി നിൽക്കണമെങ്കിൽ ആ കള്ളൻ തളർന്നു വീഴണം. അവനിനി ലോകത്തിന്റെ അറ്റം വരെ ഓടിയാൽ അവിടം വരെ ഈ പൊന്നാപുരംകാരും ഓടും. ഇതാണ് പൊന്നാപുരം കോട്ട. ഒരു പ്രശ്നം വന്നാൽ ഇവിടെയുള്ളവർ ജീവൻ കൊടുത്തും ഒരുമിച്ച് നിൽക്കും. കഥ തുടരുകയാണ്. പൊന്നുപോലുള്ള പൊന്നാപുരം നാടിന്റെ കഥ. എടാ, ഇന്നലെ പോലീസ് സ്റ്റേഷനിലെ ഗോപാലൻ സാറിന്റെ ഇടയിൽ പരമൻ എല്ലാം സമ്മതിച്ചു. പക്ഷെ അന്ന് രാത്രി അജയനെയും ബിനുവിനെയും പേടിപ്പിച്ച് ഒഴിച്ച്. അതന്നെയാണ്. അപ്പതവനല്ലേ? അല്ലേ? അല്ലെങ്കിൽ പിന്നെ